എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരാൾക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇതില്ല. എൻ്റെ കണ്ണിൻ്റെ സ്ഥിതി കണ്ടില്ല, ഈ ഇൻഫെക്ഷൻ വന്ന് ഇത് പോയി, ഇതേമാതിരി വന്ന് എടുത്ത് ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കൊരാളെ മുന്നിൽ കൈയാട്ടാ പൂതി ഉണ്ടായിട്ടല്ല, പക്ഷെ എൻ്റെ ഗതികേടുകൊണ്ട് വന്നാൽ ഇതുപോലൊരു സ്ഥിതി ആർക്കും വരാതിരിക്കട്ടെ. അപ്പം ഇന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നവര് പ്ലീസ് കുറ്റപ്പെടുത്തല്ലേ. ഞാൻ എൻ്റെ പ്രശ്നം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും എന്നെ സഹായിക്ക്, എല്ലാവരും എനിക്ക് ക്ഷമയോടുകൂടി പൊരുത്തപ്പെട്ടിട്ട് നിങ്ങൾ എന്നെ സഹായിച്ചു തരി. ആരും എന്നെ ഓരോന്ന് എഴുതി വിട്ടിട്ട് എന്നെ ബുദ്ധിമുട്ടാക്കില്ല, അത്രയും ടെൻഷനിലാണ്. ഇരുകണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ട പ്രവാസിയായ ഗൃഹനാഥൻ ജപ്തിയുടെ വക്കീലെത്തിയപ്പോഴാണ് വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ചത്. എന്നാൽ ജപ്തിയുടെ പേരിലായതുകൊണ്ട് തന്നെ വീടിനും പറമ്പിനും ആരും വലിയ വില നൽകാനും തയ്യാറായില്ല. ഇതോടെയാണ് കൂപ്പൺ വഴി വിൽപ്പനയ്ക്ക് തീരുമാനിച്ചത്. ഒക്ടോബർ 7-ന് 15 സെന്റ് സ്ഥലവും 2950 സ്ക്വയർ ഫീറ്റിൽ 5 മുറികളുള്ള വീടും നറുക്കെടുപ്പിലൂടെ നൽകാൻ തീരുമാനിച്ചെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ കൂപ്പണുകൾ വിറ്റുപോകാഞ്ഞതിനാൽ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ പ്രവാസി. മലപ്പുറം ആദവനാട് പഞ്ചായത്തിലെ കരിപ്പോളിൽ 6-ാം വാർഡിൽ താമസിക്കുന്ന മൂർക്കത്ത് ഷിഹാബാണ് 3 കുട്ടികളും ഭാര്യയും പ്രായമായ ഉമ്മയുമായി സുമനസ്സുകളോട് അപേക്ഷിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഞാൻ ഷിഹാബ് മൂർക്കത്താണ്. ഞാൻ ഈ ഒക്ടോബർ 7-ാം തീയതിയാണ് നമ്മളെ കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പൈസ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ച പൈസ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഡിസംബർ 25-ാം തീയതിക്ക് ആക്കിയിട്ടുണ്ട്. അത് നമ്മളെ വക്കീലും ഉദ്യോഗസ്ഥന്മാരെ കൂടി സംസാരിച്ചപ്പോൾ അങ്ങനെ ചെയ്താളിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് നിങ്ങളെല്ലാവരും എനിക്കൊരു ടൈം തരിക, നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുക. കൂപ്പെടുക്കുന്നവർ കൂപ്പെടുത്ത് സഹായിക്കുക, എല്ലാത്തവരും 100-200 തന്നിട്ടേലും സഹായിക്കുക. ഇനി നിങ്ങളോട് മുന്നിൽ എനിക്ക് പറയാനുള്ളൊരിത്, അത്രയും ദയനീയ അവസ്ഥയിലാണ് ഞാൻ പറയുന്നത്. എത്രത്തോളം നിങ്ങളോട് പറയുന്നതെന്ന് അറിയില്ല, ഞാൻ അത്രയും ഒരു ഇതിലാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എനിക്ക് പൊരുത്തപ്പെട്ടിട്ട് തരും. ഞാൻ എൻ്റെ വീട് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിട്ടാണ് തരുന്നത്. ഞാൻ ഒന്നാമതായി കൊടുക്കുന്ന എൻ്റെ വീടും 15 സെന്റ് സ്ഥലവുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോരോ കൂപ്പെടുത്ത് എന്നെ സഹായിക്കുക. കൂപ്പെടുക്കാൻ പറ്റാത്തവർ 100-200 തന്ന് സഹായിക്കുക. അല്ലാത്തവരും ഈ വീഡിയോ ഞങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ടെങ്കിലും അർഹതപ്പെട്ട എടുത്തേക്കാലും ഈ വീഡിയോ എത്തിച്ചാലും എന്നെ സഹായിക്കുക. ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാനിത് നീട്ടിയത് എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പോൾ ഡിസംബർ 25-ാം തീയതി 4 മണിക്ക് ലൈവായിട്ട് നമ്മളിത് എല്ലാവരും വിളിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥന്മാരെയും പഞ്ചായത്ത് മെമ്പർ എല്ലാവരും വിളിച്ചതിൻ്റെ ശേഷം ലൈവായിട്ട് നമ്മളിത് നറുക്കെടുക്കുന്നത് ലാസ്റ്റ് ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ 25-ാം തീയതി ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് 25-ാം തീയതി ഡിസംബർ വരെ ടൈം കിട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അതുവരെയുള്ളൊരു ടൈം നിങ്ങളെല്ലാവർക്കും തരണം. അതുകൊണ്ട് പ്ലീസ് നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചു തരും. വിദേശത്ത് വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് നാട്ടിലെത്തി ബിസിനസ് ആരംഭിച്ച ഷിഹാബിന് തുടർച്ചയായി പരാജയങ്ങൾ നേരിടേണ്ടി വന്നു. ബിസിനസ്സുകൾ തകർന്നതോടൊപ്പം അസുഖങ്ങളും ബാധിച്ചു. ചികിത്സയ്ക്കായി ചെലവഴിച്ചത് ലക്ഷക്കണക്കിന് രൂപ. എല്ലാം കടമായപ്പോൾ ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. കൃത്രിമ കണ്ണുവെച്ച് ഈ ലോകത്തെ നോക്കുന്ന ഷിഹാബിന് മുന്നിൽ വീടും പറമ്പും വിൽപ്പന മാത്രമായിരുന്നു അവസാന അത്താണി. ഒക്ടോബർ 7-നായിരുന്നു കൂപ്പൺ നറുക്കെടുപ്പ് വെച്ചിരുന്നത്. പ്രതീക്ഷിച്ച രീതിയിൽ ധനസഹായമില്ലാതായതുകൊണ്ട് നറുക്കെടുപ്പ് ഡിസംബർ 25-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ തെറ്റിദ്ധാരണകൾ പരത്തരുതെന്നും ഗതികേടുകൊണ്ടാണ് ഈ അവസ്ഥയിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നതെന്നും ഷിഹാബ്. കുറേ ആളുകൾ ഇതിനെപ്പറ്റി വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ചെയ്യാനൊരു പൂതി ഉണ്ടായതുകൊണ്ടല്ല, എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാനും എൻ്റെ അമ്മയും എൻ്റെ കുട്ടികളും എല്ലാവരും ഒരു ബുദ്ധിമുട്ടായി. ബാങ്കിൽ എപ്പോഴാണ് ഇറക്കി വിടാന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ ഈ കണ്ണുകൊടുത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഉള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടി. ആ ഒരു വിഷമത്തിലാണ് ഞാൻ അത് പറയുന്നത്. പ്ലീസ് എല്ലാവരും എന്നെ സഹായിച്ചു തരും. നറുക്കെടുപ്പ് 2025 ഡിസംബർ 25-ന് വൈകുന്നേരം 4 മണിക്ക് പ്രദേശത്തെ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിലായിരിക്കും നടക്കുക. ഷിഹാബിനെ സഹായിക്കാനായി നാട്ടുകാരും ഒപ്പം ചേർന്നിട്ടുണ്ട്. കോട്ടക്കൽ കോപ്പറേറ്റീവ് ബാങ്ക് കടുങ്ങാത്തുകുണ്ട് ബ്രാഞ്ചിലും SBI പുത്തനത്താണി ബ്രാഞ്ചിലും ഷിഹാബിന്റെ പേരിൽ അക്കൗണ്ടുകളും തുടങ്ങിയിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ, മലപ്പുറം.